പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്. അവിടെ ഫേറോ ഒരു കൽപ്പന കൊടുത്തിരുന്നു. അത് ശിശുക്കൾ ഉണ്ടാകുമ്പോൾ ആണുങ്ങളാകുന്ന ശിശുക്കളെയൊക്കെ എന്ത് ചെയ്യണം? കൊല്ലണമെന്നുള്ളത്. അത് കൊല്ലുന്നത് എന്തിനാണ്? ആ ഇസ്രായേൽ ജനത്തെ പതുക്കെ പതുക്കെ നശിപ്പിക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനവും പറയുന്നുണ്ട്. അവൻ വന്നിരിക്കുന്നത് എന്തിനുമാണ്? കൊല്ലുവാനും നശിപ്പിക്കുവാനും, കക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈജിപ്തിൽ അന്ന് ഫേറോ ചെയ്തിരുന്നത് സാത്താൻ ഇന്ന് ഈ ലോകത്തിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല, ഫേറോ എന്ന് പറയുന്ന രാജാവില്ല. പക്ഷേ ഫേറോയെ ഒരു ഷാഡോ ആയിരുന്നു. ഫേറോ ഒരു ഷാഡോ മാത്രമായിരുന്നു, ഒരു നിഴൽ മാത്രമായിരുന്നു. ആ സാത്താൻ ഇന്ന് ഈ ലോകത്തിൽ വളരെ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഈജിപ്റ്റാകുന്ന ഒരു അന്ധകാര ഒരു ലോകം ഇവിടെ ഈ ലോകത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച വ്യക്തികൾക്ക് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തികൾ ഇന്ന് നമുക്ക് ഒരു ദൗത്യമുണ്ട്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ മോശ എവിടെ നിന്ന് രക്ഷപ്പെട്ടു? ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈജിപ്തിൻ്റെതായ ആ പിടുത്തത്തിൽ നിന്ന്, ദ പ്ലഷേഴ്സ് ആൻഡ് സിൻ ഓഫ് ഈജിപ്റ്റ്, അതിൽ നിന്ന് മോശ രക്ഷപ്പെട്ടിട്ട് തിരികെ മോശ ഈജിപ്തിലോട്ട് വന്നു. ഈജിപ്തിലോട്ട് എന്തിനാണ് വന്നത്? ദൈവത്തിൻ്റെ ജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മളെല്ലാവരും ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു. ആ അന്ധകാരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാൽ ദൈവം ആ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. തിരികെ പോയി അന്ധകാരത്തിൽ ഉള്ളവരെ തിരികെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലും ആത്മാവിൻ്റെ പുഷ്ടിയിലും മാത്രമേ നമുക്ക് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അതാണ് ഐസയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദി അനോയിന്റിംഗ് ഓയിൽ വിൽ ഡിസ്ട്രോയ് എവരി യോക്ക്. ഒന്ന് വായിക്കാവോ? അവിടെ പറയുന്നുണ്ട്, നുകങ്ങൾ. പ്രിയപ്പെട്ടവർ, ഇന്ന് അന്ധകാരത്തിലുള്ളവരെല്ലാവരും ഒരു അടിമത്തത്തിലാണ്. അവരുടെ കഴുത്തിൽ ഒരു നുകം വെച്ചിട്ടുണ്ട്. സാത്താൻ അവരെ കൺട്രോൾ ചെയ്യുകയാണ്. അവരുടെ മുകളിൽ സാത്താൻ ഒരു ആധിപത്യമുണ്ട്. ആ ആധിപത്യമാകുന്ന ആ നുകം, സാത്താൻ്റെ നുകം തകർക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനം അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പാടിയത്, ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ആ ദൗത്യം നമുക്ക് നിറവേറുവാൻ പറ്റുകയുള്ളൂ. സ്വന്തം വായിച്ച് ഐസയ 10:27. അങ്ങനെ ആ കാലത്ത് അവന്റെ ചുമട് നിന്റെ ചുമലിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെ ബന്ധനം തകർന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. അതാണ് പുറപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 23, 24, 25 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദൈവം ഒരു ഉടമ്പടി പാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. ഒന്ന് വായിക്കാം സിസ്റ്ററെ. 23, 24, 25 2-ാമത്തെ അധ്യായം. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ അല്ല. പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 23, 24, 25. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Now it happened in the process of time that the king of Egypt died. ഈജിപ്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ജോസഫ് ഈജിപ്തിൽ പോയിരുന്നു. അന്ന് ദൈവത്തിന്റെ ജനം ഈജിപ്തിലോട്ട് പോയത് ദൈവത്തിന്റെ ഒരു കൽപ്പന ആയിട്ട് തന്നെയാണ്. ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ ഈജിപ്തിലോട്ട് പോവുക. അപ്പോൾ ദൈവം സമ്മതിച്ചിട്ടാണ് ഈജിപ്തിലോട്ട് ദൈവത്തിന്റെ മക്കൾ പോയത്. അവിടെ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ജോസഫും ഫേറോയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ആ ബന്ധമുള്ള രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ ജനത്തിന് അന്ന് പിന്നെ വന്ന ആ രാജാവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അത് പറയുന്നത്, now it happened in the process of time that the king of Egypt died. അവർക്ക് ഇച്ചിരി ഒരു ദയ കാണിച്ചിരുന്ന ആ രാജാവ് മരിച്ചുപോയി. അത് കഴിഞ്ഞ രാജാവിന് ഇവരുമായിട്ട് ഒരു ബന്ധമേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് പറയുന്നത്, ആൻഡ് ഇസ്രായേൽ groaned because of the bondage and they cried out and their cry came up to the Lord because of the bondage എന്നാ പറയുന്നത്. അപ്പോൾ നിലവിളിച്ച് അവർ കരഞ്ഞ് അപേക്ഷിച്ചു. അപ്പോൾ അവരുടെ നിലവിളി ദൈവം
ശ്രവിച്ചു. പിന്നെ പറയുന്നത്, സോ ഗോഡ് ഹേർഡ് ദിയർ ഗ്രോണിങ് ആൻഡ് ഗോഡ് റിമെമ്പർഡ് ഹിസ് കവനന്റ് വിത്ത് ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. അതാ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവം എബ്രഹാമിന് ഒരു ഉടമ്പടി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു വി ആർ എ ഹെയർ ഓഫ് ദാറ്റ് കവനന്റ്. ആ ഉടമ്പടിയുടെ അനുഗ്രഹം ഇന്ന് നമ്മൾക്ക് പ്രാപിക്കാൻ പറ്റും. എങ്ങനെയാണ്? എബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ്റെ അതേ ഒരു വംശത്തിലായിരിക്കണം. വംശം എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, രക്തത്തിലുള്ള ഒരു വംശമല്ല, അതിനുപരി വിശ്വാസത്തിലുള്ള ഒരു വംശത്തിലെ ആണെങ്കിൽ തീർച്ചയായിട്ടും എബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവം എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ എനിക്കും നിങ്ങൾക്കും അർഹതയുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം പറയുന്നു, 25-ാമത്തെ വചനം പറയുന്നത്, and God looked upon the children of Israel and God acknowledged them. Acknowledged, അവർ എൻ്റെ മക്കളാണ് എന്നുള്ളത് ദൈവം അംഗീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഏത് ബന്ധനത്തിലാണെങ്കിൽ പോലും നമ്മൾ ഒരേ കാര്യം ചെയ്താൽ മതി, നമ്മൾ നിലവിളിച്ച് കരഞ്ഞപേക്ഷിച്ചാൽ ദൈവം നമ്മളെ അംഗീകരിക്കും. എന്താണ്? ദൈവത്തിൻ്റെ മക്കളാണ് എന്ന്. കാരണം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ എബ്രഹാമിന് ദൈവം ഒരു കൽപ്പന കൊടുത്തു. എങ്ങനെയാണ്? നീ നിൻ്റെ രാജ്യത്തിൽ, നിൻ്റെ പിതൃഭവനത്തിൽ, നിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഇറങ്ങി വരിക എന്ന്. അങ്ങനെ ഇറങ്ങി വന്ന് അനുസരിച്ചതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം പിന്നെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ അവിടെയും ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട്? ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെയൊക്കെ ഒരു ഉറവിടമായ അല്ലെങ്കിൽ വാഗ്ദാനം നിർവഹിക്കേണ്ട ആ ഇസഹാക്കിനെ പോലും അവൻ കൽപ്പിച്ചതനുസരിച്ച് ബലി അർപ്പിക്കുവാൻ സന്നദ്ധനായി. എങ്ങനെ ഇത് സംഭവിക്കും? എങ്ങനെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും എൻ്റെ മക്കൾ പെരുകുമെന്നുള്ളത് എങ്ങനെ എന്ന് പോലും ചോദിക്കാതെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് ആ ഇസഹാക്കിനെ ബലി അർപ്പിക്കുവാൻ പോലും സന്നദ്ധയായ ആ എബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, എപ്പോൾ എവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നുവോ ആ അനുസരണ പുറകെ ഒരു കാര്യം വരും. എന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. ഹല്ലേലൂയ. വായിക്കുക, ഉൽപ്പത്തി പുസ്തകം 12, 1, 3, ഉൽപ്പത്തി പുസ്തകം 22, 16 മുതൽ 18 വരെ വചനങ്ങൾ. ഹല്ലേലൂയ. കാരണം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എബ്രഹാം കാൽദിയയിലുള്ള ഊറിലെ ഒരു ബന്ധനത്തിലായിരുന്നു. കാരണം അവർ വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു സ്ഥലത്തും ഒരു കൂട്ടരുടെ ഇടയിലുമായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. പക്ഷെ ആ ബന്ധനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവൻ പുറത്തു വന്നപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. എന്ന് വായിച്ചേ. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏത് ബന്ധനത്തിലാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ പുറകെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഉൽപ്പത്തി 22, 16 മുതൽ 18 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും ദൈവം പറയുകയാണ് അനുഗ്രഹിക്കും എന്ന് വായിച്ചു. അബ്രാഹത്തെ വിളിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എവിടെ അനുഗ്രഹം നമ്മൾ അനുസരിക്കുന്നു അവിടെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളെ പിൻതേടി വരും. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ഗലാത്യർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇവിടെ ദൈവം എങ്ങനെ എബ്രഹാമിനെ അനുഗ്രഹിച്ചു, ആ അനുഗ്രഹത്തിൻ്റെ ഒരു അവകാശിയാകുവാൻ വേണ്ടി യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മൾക്ക് വേണ്ടി ആ കുരിശേൽ മരിച്ചു. അത് നമുക്കറിയാം. ഗലേഷ്യൻസ് 3:13 പറയുന്നത് എന്താണ്? അവൻ ആ കുരിശേൽ മരിച്ചപ്പോൾ അവനൊരു ശാപമായി. ആർക്ക് വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ശാപമായി. ആ ശാപമായത് എന്തിനാണ് എന്ന് 14-ാമത്തെ വചനം പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം. അങ്ങനെ ദൈവം എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ എനിക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. ആ വഴി യേശു ക്രിസ്തു മാത്രം വഴിയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ യേശു ക്രിസ്തു വഴി എനിക്ക് എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളിലേക്ക് എൻ്റെ അവകാശമാകുകയാണ്. കാരണം ഐ ആം ബിക്കമിങ് എ ഹെയർ ഓഫ് എബ്രഹാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്,
ഇന്ന് ഈ എന്നാ ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നതും വിശ്വാസി എന്ന് പറയുന്നതും ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ബന്ധനത്തിലാണ്. അവരുടെ ഉള്ളിൽ അവർക്കറിയാം അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ ചിന്തിക്കുന്ന കാര്യങ്ങളും അവർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ള ഒരു അറിവ് അവരുടെ ഹൃദയത്തിൽ ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ എന്താണ്, ബന്ധനത്തിൻ്റെ കീഴിലായതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഒന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ ഒരു മതത്തിൻ്റെ ബന്ധനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എന്ത് പറയും എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ബന്ധനത്തിൻ്റെ കീഴിലായതുകൊണ്ട് അവർക്ക് സത്യമാകുന്ന യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ബന്ധനം എന്ന് പറയുന്നത് എനിക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ ബന്ധനത്തിലാണ്. ഞാൻ ബാഹ്യമായി നോക്കുമ്പോൾ ഒരു നല്ല വ്യക്തിയായിരിക്കാം, എനിക്ക് ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ലായിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആത്മീയതലത്തിൽ നമ്മൾ ബന്ധനത്തിലാണ്. കാരണം നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിനക്ക് സ്വർണം ഉണ്ടായിരിക്കാം, വെള്ളി ഉണ്ടായിരിക്കാം, നീ ധനവാനാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ ദൃഷ്ടിയിൽ നീ നഗ്നനാണ്, യു ആർ നേക്കഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ആർക്ക് രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറ്റാതെ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പൂർണ്ണമായിട്ട് അനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ബന്ധനത്തിലാണ്. ഏത് ബന്ധനമാണെന്ന് നമ്മൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. എന്താണ് എനിക്ക് ഭയം തരുന്നത്? നാട്ടുകാരാണോ, വീട്ടുകാരാണോ, കൂട്ടുകാരാണോ, അതോ ഈ സമൂഹമാണോ, അതോ എൻ്റെ ജോലിയാണോ, അതോ എൻ്റെ സഭയാണോ, അതോ ഞാൻ വിശ്വസിക്കുന്ന മതമാണോ? എന്തായിക്കോട്ടെ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ ബന്ധനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട്. ആ യേശു ക്രിസ്തുവിനെ, ആ രക്ഷകനാഥനായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട്. എങ്ങനെയാണ്? നമ്മൾ ഒരിക്കൽ ബന്ധനത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങളാരും ബന്ധനത്തിലായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നുണ പറയുകയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ബന്ധനത്തിലായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ആ അത്ഭുതകരമായ ആ ഭുജബലത്താൽ നിങ്ങളെ അന്ധകാരത്തിൽ ദൈവം നിങ്ങളെ പൊക്കിക്കൊണ്ടുവന്നു. ആ ദൈവത്തിൻ്റെ പ്രകാശമാകുന്ന ആ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് 1 പത്രോസ് 2-ാം വചനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. Hallelujah, you are a chosen generation, a royal priesthood, a holy nation, who were once in darkness, but God brought you into the marvelous light. എന്തിനാണ്? To proclaim the Lord. ദൈവത്തിന്റെ വചനം പിന്നെ പറയുന്നു, നിങ്ങൾ ഒരിക്കൽ ദയയില്ലായിരുന്നു, ദൈവത്തിന്റെ ദയ ഇപ്പോൾ നിങ്ങളുടെ മുകളിലുണ്ട്. ദൈവത്തിന്റെ അനുകമ്പ നിങ്ങളുടെ ദൈവത്തിന് ഇല്ലായിരുന്നു, നിങ്ങൾക്ക് മുകളിലുണ്ട്. ഒന്ന് വായിച്ചത് 1 Peter 2:9-10. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഇപ്പോൾ. ഹല്ലേലൂയ. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോൾ കരുണ ലഭിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ആ അന്ധകാരത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരും വ്യക്തിപരമായി ആ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ഒരു മോശയാകുവാൻ വേണ്ടിയാണ്. അവർ ദൈവത്തിന്റെ എങ്ങനെയാണ് ദൈവത്തിന്റെ ജനത്തെ ആ സാത്താന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുക എന്ന് നിങ്ങൾ പോയി അവരോട് പറയുകയും ആ സാത്താനുമായിട്ട് നിങ്ങൾ വെല്ലുവിളിക്കേണ്ട ഓരോ വ്യക്തികളാണ് പ്രിയപ്പെട്ടവരെ. കാരണം നമുക്കറിയാം, യോഹന്നാന്റെ ലേഖനം 1 John 2:16 and 17 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? the lust of the eyes, the lust of the flesh and the pride of life. ഇതാണ് മനുഷ്യനെ ബന്ധിക്കുന്നത്. ഒന്ന് വായിച്ചേ. 1 John 1. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വലിയ സത്യം ഇതാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ദൈവം തന്നെയാണ് യാക്കോബിനോടൊക്കെ ഈജിപ്തിലോട്ട് പോകുവാൻ പറഞ്ഞത്. പക്ഷേ ആ പോകുവാൻ പറഞ്ഞപ്പോൾ തന്നെ നിന്നെ അവിടെ നിന്ന് ഞാൻ വീണ്ടെടുക്കുമെന്നുള്ള വാഗ്ദാനവും അവിടെ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 46-ാം വചനം വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യാക്കോബിനോട് പറയുന്നത്, God had given a promise to Jacob that he would bring him out of Egypt. എന്ന് വായിച്ചേ. ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും,
നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും എന്നുള്ള വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നും അതേ വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്. നിന്നെ ഈജിപ്തിൽ നിന്ന് ഞാൻ തിരികെ കൊണ്ടുവരും എന്നുള്ളത്. കാരണം എന്താണ്? നമുക്കറിയാം, അവൻ്റെ ആ അത്ഭുതകരമായ ശക്തിയാൽ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നമ്മൾ എന്ന് നിലവിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്നുവോ, ഈ നുകം എൻ്റെ കഴുത്തിൽ നിന്ന് മാറ്റണമേ, ഈ നുകം തകർക്കണമേ എന്ന് നമ്മൾ എന്ന് കരഞ്ഞപേക്ഷിക്കുന്നുവോ, ആ നുകമാകുന്ന ആ ഈജിപ്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവം നമ്മളെ തിരികെ ദൈവത്തിൻ്റെ ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ എന്താണ്? ദ ഗേറ്റ്സ് ഓഫ് ഹെൽ ഷാൽ നോട്ട് പ്രിവെയിൽ അഗെയിൻസ്റ്റ് മൈ ചർച്ച് എന്നാണ് പറയുന്നത്, അല്ലേ? എന്താ? നഗര കവാടങ്ങൾ എൻ്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം നിലനിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് ആകെ ഒരു കാര്യമാണ്, ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? അവരുടെ അടിമയാണ് നമ്മൾ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമാണ്, നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? അവരുടെ അടിമയാണ്. നമ്മൾ ഒരു സഭയാണ് അനുസരിക്കുന്നതെങ്കിൽ നമ്മൾ സഭയുടെ അടിമയാണ്. നമ്മൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള വ്യക്തികളെയാണ് ഞാൻ കാണുന്നതും അവർ പറയുന്നതുമാണ് ഞാൻ അനുസരിക്കുന്നതെങ്കിൽ ഞാൻ ആ സ്ഥാപനത്തിൻ്റെയും ആ വ്യക്തികളുടെയും അടിമയാണ്. അതേസമയത്ത് ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് അനുസരിക്കുന്നതെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിമയാണ്. ഇത് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. നമുക്കൊന്നും അറിയാം, റോമാർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവത്തിൻ്റെ വചനം, ആ സത്യവചനം നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവെക്കുമ്പോൾ അവർ പറയും, ഇങ്ങനെയല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെയല്ലല്ലോ ഇന്ന വ്യക്തി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പഠിപ്പിച്ച ആ സംവിധാനം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അതിനെയാണ് അനുസരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അടിമയാണ്. വായിച്ചേ. നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? നമ്മൾ ചിലപ്പോൾ ഒരു സഭയിലെ ഒരു വ്യക്തിയായിരിക്കും എന്നോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ശരി, ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാനത് അനുസരിക്കുകയാണെങ്കിൽ ഞാൻ ആ പറയുന്ന വ്യക്തിയുടെ അടിമയാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം വന്നത് ബന്ധിതർക്ക് മോചനം തരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ബാക്കി വായിച്ചേ. ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അനുസരണയുടെ അടിമകൾ. അപ്പോൾ രണ്ടു തരത്തിൽ നോക്കുകയാണ്, നമ്മൾ അടിമകളാണ്. ഹലോ, നമ്മൾ അടിമകളാണ്. സോ നൗ യു ക്യാൻ ചൂസ്. ഏതാണ്? നീതിയിലേക്കും ജീവനിലേക്കും നയിക്കുന്ന ആ യേശു രക്ഷകന്റെ നാഥന്റെ അടിമയാകണോ, അതോ മരണത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്ന സാത്താന്റെ അടിമയാകണോ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും എന്താണ്, പലവരും പറയും, ഇന്നയാൾ പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കാം, കാരണം അയാൾ ഒരു അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് കുറേ അറിവുണ്ട് എന്ന് മനുഷ്യരെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യനെ അല്ല അംഗീകരിക്കേണ്ടത്, മനുഷ്യൻ്റെ പുറകെ അല്ല പോകേണ്ടത്, പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പുറകെയാണ് നമ്മൾ പോകേണ്ടത്. അതാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്. എന്താണ്? ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത് എന്നാ, അല്ലേ? ആരെയാണ് നോക്കേണ്ടത്? യേശു ക്രിസ്തുവിനെ ഞാൻ മുന്നിൽ കണ്ടിട്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ ഈസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്. ഒന്ന് വായിച്ചേ, ഹീബ്രൂസ് 12. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം യേശുവിനെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ നടക്കുവാനായിട്ട്. അപ്പോൾ ഞാൻ യേശുവിനെ മുന്നിൽ കാണുമ്പോൾ ഞാൻ യേശുവിനെയാണ് ഞാൻ അനുസരിക്കുന്നത്. ഞാൻ യേശുവിനെ അനുസരിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ അടിമയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ സ്വന്തമാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റേറ്റസ് നമുക്ക് കിട്ടാനില്ല. that I belong to Jesus Christ. ഹല്ലേലൂയ. അതാണ് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 9-10 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയാം. ഒന്ന് വായിച്ചു സിസ്റ്റർ. ഹല്ലേലൂയ. ദൈവം നമ്മൾ കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ ദൈവം ശ്രവിക്കുന്ന ദൈവമാണ്. കാരണം എന്താണ്? നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവന് കേൾക്കാം, അവന് കാണാം, അത് മാത്രമല്ല അവൻ്റെ കൈ വെച്ചിട്ട് അവന് പ്രവർത്തിക്കാം. ഹല്ലേലൂയ. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാം. ശ്രദ്ധിച്ചു കേട്ടോ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്തിനാണ്?
നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. നീ എൻ്റെ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ നിന്നെ ഫറോയുടെ അടുത്ത് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൗത്യം തന്നെ, എന്താ പറയുന്ന ആ കൽപ്പന തന്നെ ഇന്ന് ദൈവം നമ്മളോട് ഓരോരുത്തരും വ്യക്തിപരമായി പറയുകയാണ്. ഈ ലോകമാകുന്ന ഈജിപ്തിൽ നിന്ന് എൻ്റെ ജനത്തെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ നിന്നെ നിയോഗിക്കുകയാണെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊരു ദൗത്യമുണ്ട് കേട്ടോ. നമുക്കറിയാം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടോ, നമ്മളെല്ലാവരും ആരാണ്? വി ആർ വാച്ച്മെൻ. നമ്മളെന്താണ്? നമ്മൾ കാവൽക്കാരാണ്, അല്ലേ? വായിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ ഒരിക്കൽ. നമ്മൾ കാവൽക്കാരാണ്. നമ്മൾ ആ തെറ്റ് ചെയ്യുന്നവരോട് തെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ തെറ്റ് ചെയ്യുന്ന വ്യക്തി മരിക്കുക മാത്രമല്ല, അവൻ്റെ രക്തത്തിന് എനിക്ക് കണക്ക് കൊടുക്കേണ്ട വരും എന്താ ദൈവം പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു എന്ന രക്ഷകനെ ചൂണ്ടിക്കാണിക്കുവാനും. നമുക്കറിയാമല്ലോ, യോഹന്നാൻ മാംദ കാണിച്ചു കൊടുത്തില്ലേ? അതേ ദൗത്യം നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഉണ്ട്, യേശു ക്രിസ്തു എന്ന രക്ഷകനെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി. അതാണ് സങ്കീർത്തനം 6-ാമത്തെ അധ്യായം 6 മുതൽ 10 വരെ വചനങ്ങൾ വായിച്ചാൽ അവിടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ എന്ന് നിലവിളിച്ച് അപേക്ഷിക്കുന്നു, ദൈവം കേൾക്കുക മാത്രമല്ല, ദൈവം അവിടെ വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് വായിച്ചേ. സങ്കീർത്തനം 6 മുതൽ 10 വരെ. കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു. ഞാൻ തളർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാത്തവർക്ക് ഉള്ളിലൊരു സമാധാനമില്ല. അവർ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ആ യേശു എന്ന രക്ഷകന്റെ പുറകെ പോകാൻ പറ്റുന്നില്ല. അതിന് പകരം അവർ പലതരത്തിലുള്ള മാർഗങ്ങൾ തേടുകയാണ്, അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുവാൻ. പക്ഷെ സമാധാനത്തിന്റെ ഉറവിടം, ആ സമാധാനത്തിന്റെ രാജാവായ യേശു ക്രിസ്തുവിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഈസ് എ പ്രിൻസ് ഓഫ് പീസ്. ഹല്ലേലൂയ. വായിച്ചേ. കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി, എന്റെ തലയിണ കുതിർന്നു, കണ്ണീരുകൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണു മങ്ങുന്നു, ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു. അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കർത്താവ് എന്റെ വിലാപം കേട്ടിരിക്കുന്നു. എന്റെ കർത്താവ് എന്റെ വിലാപം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ വചനത്തില് ഹല്ലേലൂയ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കും. അതുപോലെ തന്നെ ജെറമ്യ 33:3 പറയുന്നുണ്ട്, നീ നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കും. കേൾക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. വായിച്ചേ ബാക്കി. കർത്താവ് എന്റെ വിലാപം കേട്ടിരിക്കുന്നു, കർത്താവ് എന്റെ യാചന ശ്രവിക്കുന്നു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും, അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾ ബന്ധനത്തിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുക. അവിടെ ദൈവം പ്രവർത്തിക്കും, നിങ്ങൾക്ക് മോചനം തരും. അതുകൊണ്ടാണ് നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞില്ലേ, the spirit of the Lord is upon me and he has appointed me to preach the good news, to give sight to the blind, to set the captives free. ഹല്ലേലൂയ. ബന്ധിതർക്ക് മോചനം കൊടുക്കുവാനാണ് യേശു ക്രിസ്തു വന്നത്. അന്ധതയുള്ളവർക്ക് കാഴ്ച കൊടുക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെ പ്രാർത്ഥന ആയിരിക്കണം, the spiritual eyes must be opened. People must be set free from the bondage. ഏറ്റവും കൂടുതൽ ബന്ധനമുള്ളത് എന്താണ്? മതത്തിന്റെ ബന്ധനമാണ്. bondage of religion. അവർ നല്ല വ്യക്തികളാണ് ചെയ്യുന്നത്, റിലിജ്യൻ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിലേക്ക് പോവുകയാണ്. അവർക്കൊക്കെയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഒരു വിടുതൽ അത്യാവശ്യമുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് മോശ ദൈവത്തോട് പറയും. നമുക്ക് നോക്കുകയാണെങ്കിൽ പുറപ്പാട് ദിവസം 3-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം, മോശ അവൻ്റെ കഴിവില്ലായ്മയെ കുറിച്ച് പറയുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, 12-ാമത്തെ വചനത്തിൽ ദൈവം അവിടെ ഒരു എഷ്വറൻസ് കൊടുക്കുകയാണ്, ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. ഒന്ന് വായിച്ചേ. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. ഞാനാണ് നിന്നെ അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, യേശു ക്രിസ്തു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവമാണ് നമ്മളെ അയക്കുന്നതെങ്കിൽ ആർക്കും നമ്മുടെ എതിര് നിൽക്കാൻ പറ്റുകയില്ല. നിങ്ങൾ അന്ധകാരത്തോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. കാരണം യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ പ്രകാശം. ഹല്ലേലൂയ. അപ്പോൾ മോശയുടെ കഴിവില്ലായ്മയുടെ ഇടയിൽ ആര് പ്രവർത്തിച്ചു? യഹോവ അവിടെ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കഴിവുകളല്ല നമ്മൾ നോക്കേണ്ടത് ആ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടോ. കാരണം അതറിയാം, സക്കറിയ പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം 4-ാമത്തെ 6-ാമത്തെ വചനം പറയുന്നുണ്ട്. എന്താണ്? It is not by might, it is not by power, it is by my spirit, says the Lord of hosts. കരബലത്താലല്ല, ശക്തിയാലല്ല, സൈന്യബലത്താലല്ല, ദൈവത്തിന്റെ ആത്മാവിലാണെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കഴിവുകൾ നോക്കണ്ട,
പക്ഷെ നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ കഴിവ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നോ ഫോഴ്സ് ഓഫ് ഡാർക്ക്നെസ് കൻ കം അഗെയിൻസ്റ്റ് യു. ഹല്ലേലൂയ. അങ്ങനെ ധൈര്യപ്പെട്ടപ്പോൾ എന്താണ് മോശ, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വചനം, അപ്പോൾ മോശയും അഹരോനും ധൈര്യപ്പെട്ടു. വായിച്ചേ. മോശയും അഹരോനും ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു. അത് ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ ശുപാർശ ചെയ്യുന്നതല്ല, പക്ഷേ സർവശക്തനായ ഇസ്രായേലിന്റെ ദൈവം കൽപ്പിക്കുന്നു. മരുഭൂമിയിൽ വന്ന് എന്റെ ബഹുമാനാർത്ഥം പൂജ മഹോത്സവം ആഘോഷിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. പ്രിയപ്പെട്ടവരെ, ടുഡേ ദാറ്റ് മസ്റ്റ് ബി ദ ക്രൈ ഇൻ യുവർ ലിപ്സ്. ലെറ്റ് മൈ പീപ്പിൾ ഗോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അന്ധകാരത്തോട് പറയണം, ദ ലോർഡ്, ഹല്ലേലൂയ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയാൻ, എന്റെ ജനത്തെ വിട്ടയക്കുക. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഈ ഇതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ലിപ്സിൽ, നമ്മളുടെ അതരങ്ങളിൽ ഇതായിരിക്കണം വേണ്ട. ലെറ്റ് മൈ പീപ്പിൾ ഗോ. ആരൊക്കെ പറയും ലെറ്റ് മൈ പീപ്പിൾ ഗോ? ഹല്ലേലൂയ. ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഒരു പ്രാർത്ഥന. നമ്മളുടെ ലെറ്റ് മൈ പീപ്പിൾ ഗോ. കാരണം ഇന്ന് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുന്ന കുറേ വ്യക്തികൾ, വളരെയധികം വ്യക്തികൾ ബന്ധനത്തിലാണ്. എന്തിൻ്റെ ബന്ധനം? മതത്തിൻ്റെ ബന്ധനം. അതാണ് ഏറ്റവും ശക്തിയായ ബന്ധനം. വ്യഭിചാരമൊക്കെ ചെറിയ ചെറിയ ബന്ധനമാണ്. കാരണം മനുഷ്യനറിയാം സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് തെറ്റാണെന്ന്. കുറേ കഴിയുമ്പോൾ അവൻ ചെയ്യാതിരിക്കും, അല്ലെ കുറേ കഴിയുമ്പോൾ ചെയ്യാൻ പറ്റാതിരിക്കും. പക്ഷേ മതത്തിൻ്റെ ബന്ധനം അത് മുറുക്കം കൂടിക്കൂടിയേ വരുള്ളൂ. കാരണം എന്താണ്? ചെറുപ്പത്തിൽ അവൻ ചില തീരുമാനം എടുക്കാൻ ചിലപ്പോൾ ധൈര്യം കാണും. പ്രായമാകുമ്പോൾ അവരെന്ത് പറയും? ഞാൻ മരിച്ചാൽ ആരെന്നെ കുഴിച്ചിടും എന്നുള്ള ഭയം. അങ്ങനെ വന്ന് ആ ബന്ധനത്തിലേക്ക് ആഴമായി പോവുകയാണ്. നമുക്കറിയാം ക്വിക്ക് സാൻഡ് എന്താ പറയുന്നത്? ഏതാ ക്വിക്ക് സാൻഡ് നമുക്കറിയാമല്ലോ. ആ മണ്ണ് ഇരുന്ന് അത് അകത്തോട്ട് പോകും. കുഴഞ്ഞ മണ്ണ്. ഓക്കെ, ക്വിക്ക് സാൻഡ്, കുഴഞ്ഞ മണ്ണ് അതിനകത്തോട്ട് പോകുന്ന പോലെയാണ്. ഇന്ന് മാത്രം അങ്ങനെ ബന്ധനത്തിന് ആഴമായി പോവുകയാണ്. ഏറ്റവും വലിയ ബന്ധനം എന്താണ്? മതത്തിൻ്റെ ബന്ധനമാണ്. കാരണം ചെയ്യുന്ന വ്യക്തി എല്ലാം നല്ല കാര്യമാണെന്നാണ് പറയുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. കാരണം എന്താണ്? മതം ദൈവം സ്ഥാപിച്ചതല്ല. ദൈവം ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ദൈവം ഒരു കാര്യം സ്ഥാപിച്ചു, ബന്ധം സ്ഥാപിച്ചു.